ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ, നോക്ക് ചോദ്യം വായിക്കേ. വെൻ യു ഒബ്സർവ് എ ഡിവൈഡിങ് സെൽ ത്രൂ മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന വിഭജിക്കുന്ന ഒരു സെല്ലിനെ നോക്കുകയാണെന്നിരിക്കട്ടെ, മോർ ചാൻസ് ടു ഒബ്സർവ് വിച്ച് ഫേസ്. അത് ഡിവൈഡിങ് സെൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫേസിലൂടെ കടന്നു പോവാ? ഡിവൈഡിങ് സെല്ല് ആദ്യം G1, പിന്നെ S, പിന്നെ G2. അപ്പം ഇന്റർഫേസ് കംപ്ലീറ്റ് ആയി. ഇത് 3 കംപ്ലീറ്റ് ആയാലും ഇന്റർഫേസ് കംപ്ലീറ്റ് ആയി. പിന്നെ M ഫേസിൽ കൂടെ കടന്നു പോകും. അങ്ങനെ അത് 2 സെല്ലായിട്ട് മാറും. ഇതിലേത് ഫേസിൽ കൂടെ വേണം, ഇതിലെല്ലാ ഫേസിൽ കൂടെയും സെല്ല് കടന്നു പോകണം ഡിവൈഡ് ചെയ്യണമെങ്കിൽ. നിങ്ങളൊരു ഒബ്സർവ് ചെയ്യുക, മൈക്രോസ്കോപ്പിൽ കൂടെ ഡിവൈഡ് ചെയ്യുന്ന സെല്ല് നോക്കുകയാണെങ്കിൽ ഇതിലേത് ഫേസ് വരാനാണ് മോർ ചാൻസ് ടു ഒബ്സർവ് വിച്ച് ഫേസ്. മക്കളെ, ആദ്യം നിങ്ങൾ അറിയേണ്ടത്, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഏത് ഫേസിൽ കയറണം? ഇന്റർഫേസിൽ കയറണം. പിന്നെ ആ സെല്ല് നേരെ ഏത് ഫേസിൽ കയറണം? M ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസിൽ കയറണം. ഇന്റർഫേസിനാണ് കൂടുതൽ നേരം വേണ്ടത്, 95% സമയം വേണ്ടത്. 5% മതി എന്ത്? M ഫേസ് കാണാൻ. കൂടുതൽ സമയം നടക്കുന്നത് ഏതാ? ഇന്റർഫേസാ. അപ്പം നിങ്ങൾ ആലോചിക്കണേ, മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ നേരം കൂടുതൽ ചാൻസ് ആരാ കാണുക? കൂടുതൽ നേരം എടുക്കുന്നത് ഏതാണോ അത് കാണാനല്ലേ കൂടുതൽ ചാൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ വീട്ടിൽ ഒരു പണി നടക്കുക കേട്ടോ, 10 മണിക്കൂർ കൊണ്ടുള്ള ഒരു പണിയാണ്. അതിൽ 9 മണിക്കൂർ ഒരാളാണ് പണിയെടുക്കുന്നത്, 1 മണിക്കൂർ വേറെ ആളാണ് പണിയെടുക്കുക. നിങ്ങൾ പോയിട്ട് ആ പണി നോക്കാൻ നേരം 9 മണിക്കൂർ പണിയെടുക്കുന്ന ആളെ കാണാനല്ലേ കൂടുതൽ ചാൻസ്. നിങ്ങൾ ചുമ്മാ ഒരു സമയത്ത് പോയി നോക്കുകയാണ്, അപ്പോൾ നോക്കുന്ന സമയത്തോ 9 മണിക്കൂർ പണിയെടുക്കുന്ന ആളെ കാണാനല്ലേ കൂടുതൽ ചാൻസ്. അപ്പോൾ സെൽ സൈക്കിളിൽ ഇന്റർഫേസാണ് കൂടുതൽ നേരം എടുത്ത് നടക്കുന്നത്. അപ്പോൾ അതായിരിക്കും മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കട്ട് ചെയ്തു? M ഫേസ് കട്ട് ചെയ്തു. കാരണം M ഫേസ് കുറച്ച് നേരമല്ലേ ഉള്ളൂ, അപ്പോൾ അത് കാണാനുള്ള ചാൻസ് കുറവാണ്. ഇനി നോക്ക്, ഇന്റർഫേസിനെ 3ആയി തിരിച്ചു. ഏതാ? G1, S, G2. ഇതിലേതാണോ കൂടുതൽ നേരം എടുത്ത് നടക്കുന്നത് അത് കാണാനല്ലേ ഒന്നുകൂടെ ചാൻസ്. കൂടുതൽ നേരം വേണ്ടത് ആർക്കാ? G1 നടക്കാനാ. പിന്നെ സമയം വേണ്ടത് ആർക്കാ? S നടക്കാനാ. പിന്നെ സമയം വേണ്ടത് ആർക്കാ? G2 നടക്കാനാ. മക്കളെ, അപ്പം നോക്ക്, സമയം വെച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം വേണ്ടത് G1-നാണ്, പിന്നെ സമയം വേണ്ടത് S-നാണ്, പിന്നെ സമയം വേണ്ടത് G2-നാണ്. ഏറ്റവും കുറവ് സമയം മതി മക്കളെ എന്ത് നടക്കാൻ? M ഫേസ് നടക്കാൻ. ഇതാണ് സമയത്തിൻ്റെ ഓർഡർ, സമയം വേണ്ടതിൻ്റെ ഓർഡർ. ഏറ്റവും കുറവ് സമയം മതി M ഫേസിന്, ഏറ്റവും കൂടുതൽ സമയം വേണം G1 ഫേസിന്. ഓക്കെ അല്ലേ? അപ്പൊ ആരാണോ കൂടുതൽ സമയം എടുത്ത് നടക്കുന്നത് അവനെ കാണാനല്ലേ കൂടുതൽ ചാൻസ്. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് G1 നടക്കാനല്ലേ. അപ്പൊ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴും കൂടുതൽ കാണാൻ ചാൻസ് ആരെയാണ് മക്കളെ? G1-നെയാണ്. NCERT കണ്ടോ, ഡ്യൂറേഷൻ വെച്ച് NCERT പറയുന്നുണ്ട്, മനുഷ്യന്മാർ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1 അവർ M ഫേസിന് മതി, 23 അവർ ഇന്റർഫേസിന് വേണം. അവിടുന്ന് NCERT-യിലെ നീറ്റ് വഴി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. കൂടുതൽ സമയം ഏതാ? ഇന്റർഫേസിനാ. അതിലെ കൂടുതൽ സമയം ഏതാ? G1 ഫേസിനാ. അപ്പോൾ G1 ഫേസ് കാണാനായിരിക്കും കൂടുതൽ ചാൻസ് മൈക്രോസ്കോപ്പിലൂടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പലരും തെറ്റിക്കും മക്കളെ. G1 ഫേസ് കാണാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ ഏതായിരിക്കും വരിക? നിങ്ങളൊന്ന് കമൻറ്റ് പറ. പിന്നെ ഏത് ഫേസ് കാണാനായിരിക്കും കൂടുതൽ ചാൻസ്?